ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് വേണം ഉലുവ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഉലുവ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആശാളി ഇട്ട് കൊടുക്കുക. ആശാളി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളിയുടെ 1/4 ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. അരി കുറേശ്ശെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ അടുപ്പിക്കാം. ഇനി നമുക്ക് കഞ്ഞിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 5 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എനിക്ക് അരപ്പിന് ആവശ്യമായിട്ട് വന്നത് 1 കപ്പ് വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അരപ്പ് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരപ്പ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.